പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സ്നേഹ അഭിവാദനങ്ങൾ. കൊടുങ്ങല്ലൂരിലെ എസ്.എൻ. പുരത്ത് വെളുത്തകടവിൽ ജമാഅത്തെ ഇസ്ലാമി പള്ളിയും മദ്രസയും കയ്യേറി വഖഫ് കയ്യേറ്റം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ടുള്ള വളരെ പരിഹാസ്യമായ ഒരു സമര ആഭാസം ചില നിക്ഷിപ്ത താൽപ്പര്യക്കാർ അവിടെ നടത്തുന്നതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പരാമർശിച്ചിരുന്നു. ഇപ്പോൾ ആ സമരത്തെ പരാമർശിച്ചുകൊണ്ട് നമ്മുടെ മുനമ്പം സമരത്തിൻ്റെ മുത്തവല്ലിമാരായ ചങ്കരം വക്കീലും മറുനാടൻ സാജനും രംഗത്ത് വന്നതും നിങ്ങൾ അറിഞ്ഞു കാണും. ഈ മുനമ്പം സമരം വഖഫുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്, അല്ലെങ്കിൽ മുനമ്പം സംഭവത്തിന് വഖഫ് കയ്യേറ്റത്തിൻ്റെ സ്വഭാവമുള്ളതുകൊണ്ട് ഈ മുത്തവല്ലി എന്നുള്ള പരാമർശം വളരെ സംഗതമാണ്. മുനമ്പം സമരത്തിൻ്റെ മുത്തവല്ലിമാരാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ടാളുകളും. അതിൽ നമ്മുടെ ചങ്കരം വക്കീൽ ഈ വെളുത്ത കടവിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വഖഫ് കൊള്ളയെ സംബന്ധിച്ച് വളരെ ആവേശഭരിതനായി സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ പല പല പെപ്പരാസി ജേർണലിസ്റ്റുകളും പല കപോലകൽപ്പിതങ്ങളും കെട്ടുകഥകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെളുത്ത കടവിലെ ജുഗുപ്സാവഹമായ ഈ നീക്കങ്ങൾക്ക് ഒരു ബലം കിട്ടുന്നതിന് വേണ്ടി എറണാകുളത്ത് സമാനമായ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമി വഖഫ് കൊള്ള നടത്തിയെന്ന് കേരളത്തിലെ പ്രമുഖമായ ഒരു ചാനലിൽ വാർത്ത വന്നു. ആ വാർത്ത നിങ്ങളെ ആദ്യം ഒന്ന് ഞാൻ കേൾപ്പിക്കാം. വഖഫ് സ്വത്ത് കൈക്കലാക്കിയ വിവാദത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കാന്തപുരം വിഭാഗം. കൊടുങ്ങല്ലൂരിൽ മാത്രമല്ല, എറണാകുളം ജില്ലയിലും സമാന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് AP സുന്നി വക്താവ് KB ബഷീർ ആരോപിച്ചു. ഇത്തരം സംഭവങ്ങളെ ഗൗരവത്തിൽ കാണണമെന്നും KB ബഷീർ പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി നേരത്തെ തന്നെ സമാനമായ ചില ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നത് നമ്മുടെ അറിവിലുള്ളതാണ്. അതായത് എറണാകുളം ജില്ലയിൽ തന്നെ നേരത്തെ സമാനമായൊരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെ ട്രസ്റ്റുകളിലേക്ക് അവർ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയോ അല്ലെങ്കിൽ നേരത്തെയുള്ള ട്രസ്റ്റുകളിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള വഖഫ് സ്വത്തുക്കൾ കൈക്കലാക്കുകയോ ചെയ്യുക എന്നത് ഒരു ആദ്യ സംഭവമല്ല എന്നതുകൊണ്ടുകൂടി ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രത്യേകിച്ച് ഈ വഖഫുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇത്തരത്തിൽ സമുദായത്തിനകത്തു നിന്ന് തന്നെ വഖഫ് സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നു എന്ന ആരോപണം ഉയരുന്നത്, അതിന് സാധൂകരണം ഉണ്ടാകുന്നത് വലിയ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യം. ഈ വാർത്ത ചെയ്ത മാധ്യമപ്രവർത്തകനെ, ഈ വാർത്തയുടെ നിജസ്ഥിതിയും എറണാകുളത്ത് എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി വഖഫ് കൊള്ള നടത്തിയത് എന്ന് അറിയുന്നതിന് വേണ്ടിയും നേരിട്ട് വിളിക്കുകയുണ്ടായി. ഇനി ആ ഫോൺ സംഭാഷണം നിങ്ങളൊന്ന് കേൾക്കുക. നമ്മുടെ ന്യൂസിൽ എറണാകുളത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി കയ്യേറിയ വഖഫ് മുതലിനെ കുറിച്ചുള്ളൊരു ഇത് ലൈൻ ചെയ്തിരുന്നല്ലോ. ഞാൻ ചെയ്തല്ല, അത് നമ്മുടെ ബഷീർ മുസ്ലിയാർ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, AP SYSന്റെ നേതാവ്, ആള് ആരോപിച്ചതാണ്. ശരി ശരി. അത് എറണാകുളത്തെ ഏതാണ് എന്ന് അറിയാമോ? അത് ജമാഅത്തെ ഇസ്ലാമി കയ്യേറിയ എറണാകുളത്തെ ഏതാണെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ല. നമ്മൾ ആ വാർത്ത ആള് പറഞ്ഞ ആ വാർത്ത നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ അവരൊരു നോട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇത് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതെനിക്കൊന്ന് ഒരു മെസ്സേജ് വേണം, ഞാൻ അയച്ചു തരാം. ശരി ശരി, ഓക്കെ. അത് സ്പെസിഫിക് ആയിട്ട് ഏതാ സ്ഥലം എന്നുള്ളത് നമ്മളെ ന്യൂസിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? ഇല്ല, ആ സ്ഥലത്തെ കുറിച്ച് നമ്മൾ വാർത്ത ചെയ്തിട്ടില്ല. നമ്മൾ ഈ വെളുത്തകടവ് മാത്രമേ വാർത്ത ചെയ്തിട്ടുള്ളൂ. വെളുത്തകടവ് മാത്രമേ നമ്മുടെ ഈ കൃത്യമായ തെളിവുകളുള്ളൂ. ഓക്കെ. അപ്പൊ ഈ എറണാകുളത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ വഖഫ് കയ്യേറ്റം സ്ഥിരീകരിച്ച ഒരു സംഭവം അല്ല, അല്ലേ? കയ്യേറി എന്ന് പറഞ്ഞ് AP വിഭാഗം ആരോപിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അതിന്റെ തെളിവ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല. അത് അവര് പറഞ്ഞ് നമ്മൾ ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവം അല്ല അത്, അല്ലേ? നമ്മളത് അന്വേഷിച്ചിട്ടില്ല, നമുക്ക് അതിന്റെ തെളിവുകളും കിട്ടിയിട്ടില്ല. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ജമാഅത്തെ ഇസ്ലാമി എറണാകുളത്തും വഖഫ് കൊള്ള നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അക്ഷരത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് വളരെ ആവേശഭരിതനായി സംസാരിച്ച മാധ്യമപ്രവർത്തകനാണ്
ഇപ്പോൾ ആ ഫോണിൽ നമ്മളോട് സംസാരിക്കുന്നത്. എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി എറണാകുളത്ത് വഖഫ് കൊള്ള നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് പ്രാഥമികമായ ധാരണ പോലും ആ സഹോദരന് ഇല്ല. മറ്റാരോ പറഞ്ഞു കൊടുത്തു, അത് താൻ അവതരിപ്പിച്ചു, അതുമാത്രമാണ് താൻ ചെയ്തത് എന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. ഇവിടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച്, അതിൻ്റെ അന്വേഷണാത്മക സ്വഭാവത്തെക്കുറിച്ച്, അതിൻ്റെ സമഗ്രതയെക്കുറിച്ച്, സത്യസന്ധതയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരികയാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി EK നായനാർ ഒരിക്കൽ പറഞ്ഞു, ഞാനും ഒരു പത്രപ്രവർത്തകനായിരുന്നു, പത്രപ്രവർത്തനത്തിന് മാധ്യമപ്രവർത്തനത്തിന് അത്ര വിവരമൊന്നും ആവശ്യമില്ല. ശ്രീ നായനാരുടെ ഈ പരാമർശങ്ങളെ സാധൂകരിക്കുന്ന, അതിനെ ശരിവെക്കുന്ന, അതിൻ്റെ ജീവിക്കുന്ന പതിപ്പുകളായി നമ്മെ ത്രസിപ്പിക്കുന്ന ഒരുപാട് മാപ്രകൾ, ഒരുപാട് മാധ്യമപ്രവർത്തകർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ഹരം പകരുന്ന, നേരമ്പോക്കുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി നടത്തുന്ന ശില്പശാലകളിലും പരിശീലന പരിപാടികളിലുമൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ പറയാറുള്ള ചില സംഭവങ്ങളുണ്ട്, ചില കഥകളുണ്ട്, ചില ഉദാഹരണങ്ങളും ചില തമാശകളും ഒക്കെ ഉണ്ട്. അതിൽപ്പെട്ടതാണ് ഇടുക്കിയിൽ ഒരു സ്ഥലത്ത് എന്തോ ആവശ്യത്തിന് കുഴിയെടുത്തപ്പോൾ ഈ പിക്കാസ് കൊണ്ട് ഒരു മണ്ണെണ്ണ വരാൻ തുടങ്ങി. ഭൂമിക്കടിയിൽ നിന്നും മണ്ണെണ്ണ വരാൻ തുടങ്ങി. സംഭവം എന്താണ് എന്ന് വെച്ചാൽ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മണ്ണെണ്ണ പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് അവയുടെ വിതരണത്തിന് വളരെ നിയന്ത്രണം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ റേഷൻ കടകൾക്ക് കൺട്രോൾ ഷോപ്പുകൾ എന്ന പേര് വന്നത്. അതായത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് വളരെ കൺട്രോൾ ചെയ്ത് വളരെ നിയന്ത്രിതമായിട്ട് ആണ് ഈ ന്യായവില ഷോപ്പുകളിലൂടെ വിതരണം ചെയ്തിരുന്നത്. അന്ന് ഏതോ ഒരു റേഷൻ കടക്കാരൻ പൂഴ്ത്തിവെപ്പിൻ്റെ ഭാഗമായി പൊതുജനത്തിന് വിതരണത്തിന് വേണ്ടി കിട്ടിയ മണ്ണെണ്ണ വലിയ ബാരലിലാക്കിയിട്ട് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടു. ആ കുഴിച്ചിട്ട മണ്ണെണ്ണയാണ് ഈ പിക്കാസ് കൊണ്ട് ഇവിടെ ഇങ്ങനെ ലീക്ക് ചെയ്യാൻ തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും ആളുകളും മാധ്യമപ്രവർത്തകരും ഒക്കെ അവിടെ തടിച്ചുകൂടി. അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകൻ എഴുതിയത് ഇങ്ങനെയാണ്: ഇവിടെ നിന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ മണ്ണെണ്ണ ഖനനം ചെയ്തെടുക്കുന്നതിനെക്കുറിച്ച് അധികൃതർ ഉറക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മണ്ണെണ്ണ കയറ്റുമതി ഉടനെ തന്നെ ഇടുക്കിയിൽ നിന്നും ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു എന്നൊക്കെ അവൻ്റെ കയ്യിൽ നിന്നെടുത്ത് അവൻ വെച്ച് കാച്ചി. മണ്ണെണ്ണ എന്ന് പറയുന്നത് നേരിട്ട് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു ഉൽപ്പന്നമല്ല എന്നുള്ളത് ഒന്നാം ക്ലാസ്സിലെ സയൻസെങ്കിലും പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ്. ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഖനനം ചെയ്തെടുക്കുന്നത് ക്രൂഡ് ഓയിലാണ്. ഈ ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഒന്ന് മാത്രമാണ് മണ്ണെണ്ണ എന്ന പ്രാഥമിക ശാസ്ത്രബോധം പോലും ഇല്ലാത്തവന് മാധ്യമപ്രവർത്തകനായി, പത്രപ്രവർത്തകനായി, ചാനലുകളുടെ പ്രതിനിധികളായിട്ട് പരിലസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. മാധ്യമപ്രവർത്തനത്തിന്, പ്രത്യേകിച്ചും ഈ ദൃശ്യമാധ്യമ പ്രവർത്തനത്തിന് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ഈ വിശ്വാസ്യത, സത്യസന്ധത, യുക്തിബോധം, വിശകലന പാഠവും എന്നൊക്കെ പറയുന്നത്. മാധ്യമപ്രവർത്തകർ തന്നെ പറയാറുള്ള ഒരു കഥയുണ്ട്. അതായത് ഒരു പ്രശസ്തമായ മാധ്യമ സ്ഥാപനത്തിലേക്ക് തൊഴിലാളികളെ, ജീവനക്കാരെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് ഈ ഇൻ്റർവ്യൂ ബോർഡിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, VR കൃഷ്ണയ്യർ മരിച്ചു എന്ന ഒരു ഫ്ലാഷ് ന്യൂസ് കൊടുക്കേണ്ടി വന്നാൽ അതിനോടൊപ്പം പ്രസിദ്ധീകരിക്കാവുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാമോ എന്ന് ഈ കുട്ടിയോട് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി ഈ ഇൻ്റർവ്യൂക്കാരനോട് തിരിച്ചു ചോദിച്ചത്, അതിൻ്റെ ആവശ്യമുണ്ടോ? മരണവാർത്ത കൊണ്ടുവരുന്ന ആളുകൾ തന്നെ
ഈ പരേതനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും തരൂലേ, പിന്നെ നമ്മളതിന് നോട്ടുണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ആ പെൺകുട്ടി ചോദിച്ചത്. ഇങ്ങനത്തെ വിവരമുള്ള, ഇത്രമാത്രം വിവരമുള്ള എണ്ണങ്ങളെയാണ് മാധ്യമ പ്രവർത്തകരായിട്ട്, തങ്ങളുടെ പ്രതിനിധികളായിട്ട് ഫീൽഡുകളിൽ ചാനലുകാർ നിയമിക്കുന്നത്. അതിൻ്റെ വളരെ വ്യക്തമായ ഒരു ദൃഷ്ടാന്തമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ ഈ ബംഗാളികൾ പല തൊഴിലുകൾക്കും വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ബംഗാളി എന്ത് തൊഴിലാണ് ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള തൊഴിലാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അവന് കൂലി കൊടുക്കുന്ന അവൻ്റെ മുതലാളിയാണ്. എന്നതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ വിശ്വാസ്യത നിർണ്ണയിക്കുന്നതും അവരെങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും അവർക്ക് ശമ്പളം കൊടുക്കുന്ന മാധ്യമ മുതലാളിമാർ തന്നെയാണ്, ആ കോർപ്പറേറ്റുകൾ തന്നെയാണ്. ബംഗാളിയുടെ തൊഴിൽ അവനെ കൂലിക്ക് വിളിക്കുന്ന മുതലാളി തീരുമാനിക്കുന്നത് പോലെ 34 കൊല്ലത്തോളം കൈരളി ചാനലിൽ അവിടുത്തെ ന്യൂസ് വിഭാഗത്തിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിച്ച, അങ്ങനെ സോഷ്യലിസത്തിനും കമ്മ്യൂണിസ്റ്റ് സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനും തൊഴിലാളി വർഗ സർവാധിപത്യത്തിൻ്റെ പുലർച്ചയ്ക്കും സാർവലൗകിക നീലിമയ്ക്കും വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രശസ്തയായ മാധ്യമ പ്രവർത്തക കൈരളി ചാനലിൽ നിന്ന് നേരെ പോയത് ജനം ചാനലിലേക്കാണ്. കൈരളി ചാനൽ പ്രതിദാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ നേർവിപരീതമായ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രചാരണത്തിനും വ്യാപനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലിലേക്ക് പോകുന്നതിന് യാതൊരു മനസാക്ഷി കുത്തും ആ കുട്ടിക്കുണ്ടായില്ല. ഇന്നിപ്പോൾ ദേശാഭിമാനിയിൽ നമ്മൾ കാണുന്ന പത്രപ്രവർത്തകർ നാളെ ചിലപ്പോൾ ജന്മഭൂമിയിലേക്ക് പോയെന്ന് വരും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യയശാസ്ത്രത്തെയും അവരുടെ സാമൂഹിക ബോധത്തെയും അവരുടെ സാമൂഹിക വീക്ഷണത്തെയും രൂപീകരിക്കുന്നത് അവർക്ക് ശമ്പളം കൊടുക്കുന്ന മാധ്യമ മുതലാളിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് അപകീർത്തികരമായ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകമായ അവകാശം, അതായത് മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് മാധ്യമപ്രവർത്തകർക്ക് സാധാരണ പൗരന്മാർക്കില്ലാത്ത എന്തെങ്കിലും അവകാശങ്ങളോ അധികാരങ്ങളോ ഉണ്ടോ? ഒന്നുമില്ല. ഒരു പൗരൻ്റെ അല്ലെങ്കിൽ ഏതാനും പൗരന്മാരുടെ അല്ലെങ്കിൽ ഒരു സംഘടനയിൽപ്പെട്ട ഏതാനും ആളുകളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നതിനോ അവരെ അപകീർത്തിപ്പെടുത്തുന്നതിനോ അവരെ അവഹേളിക്കുന്നതിനോ അവരെ വ്യക്തിഹത്യ നടത്തുന്നതിനോ ഒരു സാധാരണ പൗരന് അവകാശമില്ലാത്തതുപോലെ അത്തരം ശ്രമങ്ങൾ നടത്തുന്നത്, പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിയമവിരുദ്ധമാണ്, ശിക്ഷാർഹമാണ് എന്നുള്ളത് പോലെ തന്നെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പേരിൽ അത്തരത്തിലുള്ള കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുന്നതും അപകടകരവും ചോദ്യം ചെയ്യപ്പെടേണ്ടതും നമ്മുടെ രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ സമാധാനത്തെ ധ്വംസിക്കുന്നതുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതായാലും ഞാൻ നേരത്തെ പരാമർശിച്ച വക്കീലും കുപ്രസിദ്ധനായ ആ യൂട്യൂബ് ചാനലുകാരനും എല്ലാം കൂടി ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഇരുണ്ട ചിത്രം പ്രചരിപ്പിക്കുന്നതിന്, അവരെ അവഹേളിക്കുന്നതിന്, അവരെക്കുറിച്ച് ഗോസിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിന്, ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നതിന് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ചില സ്വാലിഹായ ആളുകളും വളരെ ഹലാലായ മുറാദോടുകൂടി ഈ ശ്രമത്തിൽ ഭാഗഭാക്കായി കാണുന്നത് അങ്ങേയറ്റം നിരാശാജനകമാണ്. ഇതിൽ നിന്ന് പിന്തിരിയുന്നതാണ് നാം എല്ലാം പൊതുവായിട്ട് പങ്കുവെക്കുന്ന, നമ്മളെല്ലാവരും വലിയ വായിൽ പറയാറുള്ള സദാചാരബോധത്തിനും സാൻമാർഗികതയ്ക്കും ധാർമ്മികതയ്ക്കും നൈതിക ബോധത്തിനും നല്ലത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ.